ശുദ്ധ ഖുർആനില് ഒരിക്കൽ സൂറത്തുർ റഹ്മാൻ എന്ന് പറയുന്ന സൂറത്ത് ഇറങ്ങിയപ്പോ മക്കയിൽ വെച്ചാണ് ആ സൂറത്ത് അന്ന് ഇറങ്ങിയത്. വിരലിലെണ്ണാവുന്ന സ്വഹാബത്താണുള്ളത്. അപ്പോഴാണ് അർ റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഖുർആനിലെ സൂറത്തുകളുടെ കൂട്ടത്തിലെ പുതിയാപ്പള സൂറത്ത് എന്ന് അതിന് പറയാ. അറൂസുൽ ഖുർആൻ, ഖുർആനിലെ പുതിയാപ്പള സൂറത്ത് എന്നാണ് അർ റഹ്മാൻ. അത്രയും വലിയ വൈവിധ്യമുള്ള ആശയ വൈപുല്യമുള്ള സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. ആ സൂറത്തുർ റഹ്മാന്റെ ആശയം ഒരാൾ കൽബ് കൊണ്ട് സ്വീകരിച്ച് സൂറത്തുർ റഹ്മാൻ ഒന്ന് അതിന്റെ ചിട്ടയത്ത് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ എത്ര ഒരൊറ്റ കൽബാണെങ്കിലും എത്ര കട്ടിയുള്ള കൽബാണെങ്കിലും ആ കൽബിനെ അല്ലാഹു തആല ലോലമാക്കി കളയും. അത്ര വലിയ പവറുള്ള സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. ഉമ്മമാരെ, ജീവിതത്തിൽ നിങ്ങൾക്ക് പതിവാക്കാൻ കഴിഞ്ഞേ പതിവാക്കിക്കോ. ചെറുപ്പക്കാരെ, സൂറത്തുർ റഹ്മാൻ ഒരു ദിവസവും മുടങ്ങാതെ ചൊല്ലിക്കോ. നിങ്ങളുടെ ഹൃദയത്തിന് ലോലമാകും, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തി തരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത്ര വലിയ സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്ത് ഒരു 10ഓളം ആളുകളാണുള്ളത്. ഓരോട് പറഞ്ഞു, മയ്യഖറഹു ഹാദിഹി സൂറത ഇൻദൽ കഅബ. കഅബാലയത്തിന്റെ അടുക്കൽ പോയി സൂറത്ത് ആരാണ് പാരായണം ചെയ്യാൻ? കാരണം കഅബന്റെ അടുത്തൊന്നും അന്ന് ഖുർആൻ ഉറക്കൻ ഓതാൻ പറ്റൂല. കാരണം അബൂജഹലും മുത്തുബത്തും ഷൈബത്തൊക്കെ സൊറ പറഞ്ഞിരിക്കണ സ്ഥലമാണത്. അവിടെ അങ്ങനെ ഖുർആൻ ഓതാൻ സമ്മതിക്കൂലോല്. അപ്പോഴാ നബി തങ്ങൾ ഇത് ആരാ അവിടെ പോയത്? കാരണം അത് കേട്ടിട്ടെങ്കിലും ഓല കൽബ് വന്നാട്ടെ. കാരണം ഏത് നല്ല കരിമ്പാറയാണെങ്കിലും ലോലമാകുമെന്നാണല്ലോ. അതുപോലെ കൽബെങ്കിലും ഒന്ന് ശരിയാവട്ടെ എന്നുള്ള നിലയിൽ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ സദസ്സിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചാടി എണീറ്റ് അന യാ റസൂലല്ലാഹ്, ഞാൻ ഓതാ നബിയേ. റസൂലുള്ളാഹി അത് കേൾക്കാത്ത പോലെ വീണ്ടും പറഞ്ഞു, മൻയഖറഉ സൂറത്തുർ റഹ്മാൻ ഇൻദൽ കഅബ. ആരാ ഓതുക? അപ്പോഴും ഇബ്നു മസ്ഊദ് തങ്ങൾ ഞാൻ നബിയെ. നബി അത് കേൾക്കാത്തത് പോലെ ചോദിച്ചു, ആരാണ് ഓതുക? അപ്പോഴും ഇബ്നു മസ്ഊദ് തങ്ങൾ ഞാൻ തന്നെ നബിയേ. അതെന്തേ നബി അങ്ങനെ പറഞ്ഞത്? ഇബ്നു മസ്ഊദ് തങ്ങൾ റളിയല്ലാഹു അൻഹു മറ്റുള്ള സ്വഹാബിമാരെ പോലെ അത്ര നീട്ടില്ല, വലിയ തടിയുമില്ല. അടി കിട്ടുമ്പം പറഞ്ഞേക്കുമ്പോ അടി കിട്ടുകയാണെങ്കിൽ കിട്ടാൻ പറ്റിയ ഒരാളെ പറഞ്ഞേക്കട്ടെ. അബൂജഹലിന്റെ കൈയൊക്കെ ആനച്ചെവി മാതിരിയാണ്. അതുകൊണ്ടൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ വിട്ടുകൊടുത്തില്ല. ഞാൻ ഓതും നബിയേ എന്ന് പറഞ്ഞിട്ട് ചാടി എണീറ്റു. ആരാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ? സാഹിബുൻ നഇലൈൻ, സാഹിബുൽ വിസാദ, സാഹിബുൽ അറാഖ് എന്ന പേര് വെച്ച് തങ്ങളുട്ടി എന്നാ പറയല്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അഹ്ലു ബൈത്ത് പെട്ട ആളല്ല, പക്ഷെ പേര് തങ്ങളുട്ടിന്നാ. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരയിൽ സമ്മതമില്ലാതെ കയറാൻ അവകാശമുള്ള ആളായിരുന്നു. നബി തങ്ങളുടെ ഖാദിമായിരുന്നു. നബി തങ്ങൾ ഒരു സദസ്സിക്ക് കടന്നു കഴിഞ്ഞാൽ ആ ചെരുപ്പെടുത്തിട്ട് പൊടിയൊക്കെ തട്ടിയിട്ട് അതിന് ഖിദ്മത്ത് എടുക്കും. നബി തങ്ങൾ പൊരേക്ക് വരാമെങ്കിൽ വേഗം കയറിയിട്ട് തലയിനൊക്കെ ശരിയാക്കി വെച്ചു കൊടുക്കും. സാഹിബുൽ വിസാദ എന്നാ പറയാം, സാഹിബുൻ നൈലൈൻ ചെരുപ്പിനൊക്കെ. എവിടേക്കെങ്കിലും അറാക്ക് പല്ലേക്കണം എന്നുണ്ട ഉടനെ തന്നെ അറാക്ക് മിസ്വാക്ക് എടുത്തു കൊടുക്കും. അങ്ങനെയുള്ള സേവകനായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് സ്വർഗത്തിൽ വലിയ സ്ഥാനമുള്ള ആളാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട്. വേറെയും കുറെ മഹത്വമുള്ള ആളാണ്. ഈ ഒരൊറ്റ മഹത്വം കൊണ്ട് തന്നെ സഈദ് ഇബ്നു മസ്ഊദിൻ ബിഖിദ്മത്തി നഅലിഹി വഅന സഈദു ബിഖിദ്മത്തി ലിമിസാലിഹാ. റസൂലുള്ളാഹിന്റെ ചെരുപ്പിന് ഖിദ്മത്ത് എടുത്തിട്ട് സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടിയ ആളാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു മസ്ഊദ് ഞാൻ ഓതാ നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സമം കൊടുത്തു. കഅബത്തിന്റെ അടുക്കൽ ചെന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർ റഹ്മാനു അല്ലമൽ ഖുർആൻ. കിട്ടിയടി. ഇത് ഓതിയപ്പോഴേക്ക് ചെകിട്ട് അടക്കിയിട്ട് അബൂജഹൽ ഒരടി ചെകിട് പൊട്ടി രക്തം വന്നു. കൈ കൊണ്ട് ഇങ്ങനെ ചെകിട് പൊത്തിപ്പിടിച്ച് വീണ്ടും ഓതാനുള്ള തയ്യാറെടുപ്പിലാ മൂപ്പര്. അപ്പോഴാണ് അബൂജഹലിന്റെ ഒരു പദം, നിന്റെ മുഹമ്മദ് തന്നെ ഇവിടെ വന്നിട്ട് ഖുർആൻ ഓതി സുജൂദ് ചെയ്താൽ അബൂജഹലിന്റെ ധിക്കാരാണ്. നീ എന്നല്ല, നിന്റെ നേതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നിട്ട് ഖുർആൻ ഓതി സുജൂദ് ചെയ്താൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരടിക്ക് ഞാൻ ചവിട്ടും. മുഖം പിടിച്ചിട്ട് ഞാൻ മണ്ണിൽ ഉരസിക്കളയും
ഇതങ്ങ് കേട്ടപ്പോ ഇത് വല്ലാത്ത ധിക്കാരായല്ലോ. ആയിരക്കണക്കിന് ശത്രുക്കൾ ഇത് കേൾക്കുന്നുണ്ട്. അള്ളാന്റെ റസൂലിനെ പറ്റി പറഞ്ഞത് ഈ വാക്കങ്ങ് പറഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളുടെ കൽബിൽ വല്ലാത്ത വിഷമം വന്ന് കരഞ്ഞുപോയി. അടികിട്ടിയിട്ട് കരഞ്ഞിട്ടില്ല, ചെകിടുപെട്ടി രക്തം വന്നിട്ട് കരഞ്ഞിട്ടില്ല. അതേ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞപ്പോ അവിടുത്തെ മനസ്സ് വേദനിച്ച് കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വന്ന് തിരിഞ്ഞു നടക്കുകയാണ്. ദൂരെ നിന്ന് നബി തങ്ങൾ ഇത് കാഴ്ച കാണാണ്. കാതുപൊത്തിപ്പിടിച്ച് രക്തമൊലിച്ച് കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ച് തന്റെ ശിഷ്യൻ തിരിച്ച് നടന്നു വരുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുപോയി. ഒപ്പമുള്ള സ്വഹാബിമാര് കരഞ്ഞു. അപ്പോഴതാ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സപ്താകാശങ്ങൾക്കപ്പുറത്തിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, കരഞ്ഞ് തലതാത്തിയിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുയർത്തിയിട്ട് വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞ് ജിബ്രീലിനെ നോക്കുമ്പോ ജിബ്രീൽ പൊട്ടി ചിരിക്കുകയാ. ജിബ്രീൽ ഇങ്ങനെ ചിരിക്കണ കാണാം. അള്ളാന്റെ റസൂലിന് അത് പിടിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ് ജിബ്രീലിനോട്, അതൽഹഖു യാ ജിബ്രീൽ വബിനു മസ്ഊദിൻ യബ്കി, എന്റെ ശിഷ്യൻ ഇബ്നു മസ്ഊദ് കരയുമ്പോ നിങ്ങൾ ചിരിക്കുകയാണോ എന്നൊരൊറ്റ ചോദിച്ചപ്പോ ജിബ്രീൽ പറഞ്ഞു, ചിരിക്കാൻ വകയുള്ളത് കൊണ്ട് ചിരിച്ചതാണ്. എന്താ ചിരിക്കാൻ വകയുള്ളത്? നബിയെ തങ്ങളോട് കഅബയുടെ അടുക്കലേക്ക് പോകാൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കണം, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അവിടെ വെച്ച് അങ്ങ് ഓതണം, ഒരു സൂറത്ത് ഓതണം, അതും റബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ പര്യവസാനം ഓർത്തിട്ട് ചിരിക്കുകയാണ്. അത് അപ്പ അറിയാം. റസൂലുള്ളത് കേട്ടപാട് എണീറ്റു. ആകെ വിരലിലെണ്ണാവുന്ന സ്വഹാബിമാരാള്, അപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവിടേക്കാ അല്ലാഹുവിന്റെ റസൂല്, റബ്ബിന്റെ കൽപ്പനയല്ലേ ഇത്, റസൂലുള്ളയല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റങ്ങനെ നടന്ന് കഅബയുടെ പരിസരത്തെത്തി. ഒപ്പമുള്ള സ്വഹാബിമാര് വേജാറിലാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചെന്നു. ഈ വെല്ലുവിളിയൊക്കെ കേട്ടപ്പോ മക്കയിൽ ശത്രുക്കൾ ധാരാളം തടിച്ചുകൂടിയിട്ടുണ്ട്. കാരണം വന്ന് സുജൂദ് ചെയ്താൽ തലക്ക് ചവിട്ടുമെന്നല്ലേ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ നിന്നു. തക്ബീർ ചൊല്ലി നിസ്കാരത്തിലെ ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം അതാ ജിബ്രീൽ ഓതി കേൾപ്പിക്കുകയാണ്. നബിയെ തങ്ങളോട് ഓതാൻ പറഞ്ഞ സൂറത്ത് അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ അറഅയ്ത ഇൻ കദ്ദബ വതവല്ലാ അലം യഅലം ബിഅന്നല്ലാഹ യറാ. ഇങ്ങനെ ഓതിയിട്ട് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഓതി അവസാനം അവിടെ നിന്ന് പറയുന്നു, ഫല്യദു നാദിയാ സനദു ഉസ്സബാനിയാ കല്ലാ ലാ തുതിഉഹു വസ്ജുദു വഖ്തരിബ്. അതുവരെ അങ്ങ് ഓതി. എന്താ അർത്ഥം? അറഅയ്തല്ലദീ യൻഹാ, നബിയെ തങ്ങൾ കാണുന്നില്ലേ അല്ലദീ, ഒരുത്തൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, അല്ലദീ യൻഹാ, അവൻ ഇവിടെ ഒരു അബ്ദൻ ഇദാ സ്വല്ലാ, ഒരു അടിമ, അല്ലാഹുവിന്റെ അടിമ അഥവാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ അടിമ കഅബയുടെ അടുക്കൽ വന്ന് നിസ്കരിച്ചാൽ തടയുമെന്ന് പറഞ്ഞവനെ നബിയെ തങ്ങൾ കാണുന്നില്ലേ. അതാണ് അതിന്റെ അർത്ഥം. അവിടെ നിൽക്കുന്ന എല്ലാവരും ഉണ്ട്. അബൂജഹൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ചവിട്ടാൻ നിന്നതല്ലേ, ഇവിടെ നിൽക്കുന്നുണ്ട്. അവന്റെ മുഖത്ത് നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ് റഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ, പച്ചയായ മനുഷ്യനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഖുർആനിന്റെ വെല്ലുവിളിയാണ്, റബ്ബിന്റെ വെല്ലുവിളിയാണ്, അല്ലാഹുവിന്റെ ഇടപെടലാണ്. കാരണം ഇവിടെ അവൻ നിരാകരിച്ചിരിക്കുന്നത്, അവൻ അപമാനം പറഞ്ഞിരിക്കുന്നത്, അവൻ മോശമാക്കിയിരിക്കുന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അത് അല്ലാഹ് വെറുതെ വിടൂല. അല്ലാഹ് ഇടപെടും അവിടെ. ആ ഇടപെടലാണ് കാണുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ മോശമാക്കി പറഞ്ഞവരാരും അല്ലാഹ് വെറുതെ വിടൂല. സാധാരണ തങ്ങളെത്തിയ ഞാൻ നിർത്തലാണ് അല്ലേ?
ആയിരിക്കും. ഇതൊക്കെ സാദാത്യങ്ങളാണ്. ഞാൻ അപ്പൊ ആ ബർക്കത്ത് കിട്ടാൻ ഞാൻ ഈ വാക്ക് ഇങ്ങനെ പറഞ്ഞു. ഞാൻ മിസ്രിൽ പോയപ്പോ ഇബ്നത്തായിൽ സിക്കന്ദർ റളിയല്ലാഹുവിനെ അവിടെ വെച്ച് ഞാൻ ഇക്കമാണ് എനിക്ക് ഇക്കമ തിരിഞ്ഞിട്ടല്ല, കാരണം അവിടുന്ന് തെറ്റുണ്ടെങ്കിൽ അവിടുന്ന് പറഞ്ഞു തരുമല്ലോ, അതുകൊണ്ട് അവിടുന്ന് നിർത്തി. കാരണം ആരോ പറഞ്ഞു അവിടുന്ന് ഇക്കമ നിർത്തി പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തന്നെയാണ് പറഞ്ഞാല് അപ്പൊ അതെന്തിനല്ല, അത് തെറ്റുണ്ടായാലും അവിടുന്ന് പറഞ്ഞു. അതാണല്ലോ നമ്മളെ വിശ്വാസം. ഷാഫി ഇമാം റളിയല്ലാഹു അടുക്ക പോയ റിസാലിൻ ദർസെടുത്തി തെറ്റുണ്ടെങ്കിൽ അവിടുന്ന് പറയല്ലോ. കുത്തുബല്ലേ, അവരൊക്കെ വലിയ മഹാന്മാരല്ലേ. അപ്പൊ അതുകൊണ്ടാണ് വലിയ പവർ, അനുഗ്രഹവും ബറക്കത്തൊക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടി സദസ്സിൽ കുറച്ച് പറഞ്ഞു. ഞാനിത് പറഞ്ഞു നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിങ്ങനെ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ. ഇവിടെ നിസ്കരിച്ചാ തടയുമെന്ന് പറഞ്ഞവനെ കണ്ടില്ലേ നിങ്ങൾ നിൽക്കുന്നത്? അവൻ ഇവർ തടയുമെന്ന് പറഞ്ഞത് എന്തിനാണ്? ഈ പറയുന്ന ആള് മോശക്കാരനായതുകൊണ്ടാണോ? അല്ല. പിന്നെ കളവ് നടത്തരുത് എന്ന് പറഞ്ഞു, വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ സർവ്വ സനാതന മൂല്യങ്ങളും ഉപദേശിച്ച നേതാവ്, ആ നേതാവിനെ തടയുന്ന പറഞ്ഞത്. എന്നാ പറയുന്ന ആളോ പറയുന്നവൻ പച്ചക്കള്ളം പറയുന്നവനാണ്, പറയുന്നവൻ വലിയ മോശക്കാരനാണ്, തടയുന്നു പറഞ്ഞവന്. അങ്ങനത്തവനെ കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അലം യഅലം ബി അന്നല്ലാഹ യറാ, ഈ പരിധി വിടുന്ന റബ്ബ് കാണുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. അലം യഅലം ബി അന്നല്ലാഹ യറാ, മഹാന്മാരെ മോശാക്കുന്നത് അല്ല കാണുന്നില്ല, അറിയുന്നില്ല എന്ന് മനസ്സിലാക്കണ്ട. അല്ല പിടിക്കേണ്ടടുത്ത് വെച്ച് പിടിക്കും. ഇതാണ് പറഞ്ഞതിനർത്ഥം. എന്നിട്ടോ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ അവനോട് പറഞ്ഞേക്ക് ഇതാ ഇവിടെ സുജൂദ് ചെയ്യാൻ പോവാണ്. സഹായികളെ വേണമെങ്കിൽ വിളിച്ചോ, ചവിട്ടുന്നല്ലേ പറഞ്ഞത്. സഹായികളെ വേണമെങ്കിൽ വിളിച്ചോ. കല്ലാ ലാ തുതിഉഹു, നബിയെ ഒരിക്കലും അവന് നിങ്ങൾ വൈപ്പെട്ടു കൊടുക്കണ്ട. അവൻ പറഞ്ഞ അങ്ങ് നിന്നു കൊടുക്കണ്ട, അങ്ങ് ധൈര്യമായിട്ട് നബിയെ തങ്ങൾ സുജൂദ് ചെയ്തോളൂ. വഖ്തരിബ്, അബൂജഹലെ വന്ന് ചവിട്ട്. വഖ്തരിബ് യാ അബാ ജഹൽ, തഫ്സീറിൽ കാണാം. എന്തൊരു ധൈര്യമാണ്, എന്തൊരു സൂറത്താണിത്. ഇതല്ലേ പരിശുദ്ധ ഖുർആൻ. വസ്തുത്, നബിയെ തങ്ങൾ സുജൂദ്, ചവിട്ടട്ടെ അവന്. വഖ്തരിബ്, അബൂജഹലെ വന്ന് ചവിട്ട്. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് സുജൂദ് ചെയ്തു. നമ്മൾ ഈ ആയത്തോതുമ്പോ, നിസ്കാരത്തിൽ ഈ ആയത്തോതുമ്പോ, ഈ സൂറത്തോതുമ്പോ വസ്തുത് വക്തരുപത്തിയാൽ നമുക്ക് സുജൂദ് സുന്നത്താണ്, നമുക്ക് സുജൂദ് സുന്നത്തുണ്ട്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് അങ്ങ് കിടന്നു. അബൂജഹൽ അനങ്ങുന്നില്ല, ഇടിവെട്ടേറ്റവനെ പോലെ അനങ്ങാതെ നിൽക്കുകയാണ്. ഒപ്പുള്ള അനുയായികൾ ഇങ്ങനെ പറയുന്നുണ്ട് ചവിട്ടു ചവിട്ടു, പക്ഷേ അവൻ അനങ്ങുന്നില്ല. അള്ളാന്റെ റസൂല് കുറെ നേരം സുജൂദിന് കടന്നിട്ട് മെല്ലെ എണീറ്റു, സലാം വീട്ടി. എന്നിട്ടിങ്ങനെ തിരിഞ്ഞു നടക്കാൻ വേണ്ടി എണീറ്റു. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തേ നിങ്ങൾ അങ്ങനെ മോശാക്കിയത്? അനുയായികൾ അബൂജഹലിനോട് നിങ്ങൾ മോശാക്കി കളഞ്ഞല്ലോ, നിങ്ങളല്ലേ കുറച്ച് മുന്നേ പറഞ്ഞത് നിങ്ങളല്ലേ അത് പറഞ്ഞത്, എന്തേ നിങ്ങൾ ചവിട്ടാതിരുന്നത്? അബൂജഹൽ അപ്പ പറഞ്ഞു, ഞാൻ വലിയൊരു നരകാഗ്നിയുടെ കുണ്ട്, വലിയ ഒരു അഗ്നികുണ്ടാരം എന്റെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെയും ഇടയിൽ അവൻ കണ്ടു എന്നവൻ പറയാണ്. മാത്രല്ല വലിയ ചിറകുകളുള്ള എന്തോ ഹിംസ്ര ജന്തുക്കള് അവരിങ്ങനെ വാപ്പിളർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ചിട്ട് അനങ്ങാതെ നിന്നതാണെന്ന് അബൂജഹൽ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൗദനാ മിന്നി ലഖതഫതുൽ മലായികതു ഉലുവൻ ഉലുവാ. അബൂജഹലെങ്ങാനും ചവിട്ടാൻ എൻ്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ മാലാഖമാര് ദമാനിയാക്കളായ മലക്കുകള് അവരിവനെ പിടിച്ചിട്ട് കഷ്ണം കഷ്ണമായി നുറുക്കി മക്കയിലുള്ള അന്തരീക്ഷത്തിൽ അവൻ മലക്കുകൾ അവനെ കഷ്ണം കഷ്ണമായി നുറുക്കി പാറിപ്പറത്തിക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
തിരിഞ്ഞിങ്ങനെ നടക്കുമ്പോ അവിടെ വലിയൊരു രംഗം ചരിത്രത്തിൽ കാണാം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ആണല്ലോ അടികിട്ടി ചോരപ്പോൾ ഒലിക്കുന്നുണ്ട്. ആ ഇബ്നു മസ്ഊദ് തങ്ങള് ഒരു മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ അബൂജഹലിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു മുദ്രാവാക്യം പോലെ ഇങ്ങനെ ചൊല്ലിയിട്ട് അവസാനം എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞൊരോട്ടം കൊടുത്തു എന്ന് ഇത് കണ്ടുകൊണ്ട് അള്ളാന്റെ റസൂല് ചിരിച്ചുപോയി. ഇതാണ് ജിബ്രീൽ പറഞ്ഞത്, ചിരിക്കാൻ വകയുണ്ട് നബിയെ, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന്. നേരത്തെ ഇബ്നു മസ്ഊദ് തങ്ങളും അള്ളാന്റെ റസൂലും കരഞ്ഞപ്പോ ആകാശ ലോകത്തിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് സലാം പറഞ്ഞ് പൊട്ടിച്ചിരിച്ച ജിബ്രീലിന്റെ ചരിത്രം ഇത് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഇത് ഞാൻ എന്തിനെ പറഞ്ഞത്? ഹബീബായ മുത്തുനബി തങ്ങളും അവിടത്തോട് ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ ബഹുമാനിക്കേണ്ട മുഴുവനും അത് ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു അവിടെ ഇടപെടുന്നതാണ്. അല്ലാഹു ഇവിടെ അനുഗ്രഹങ്ങൾ നിലനിർത്തുന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുമായി ബന്ധപ്പെട്ട ബഹുമാനമുള്ളതിന്റെയും അഹ്ലു ബൈത്തിന്റെയും ഖിയാമത്ത് നാൾ വരെയുള്ള ഇന്നഅതൈനാക്കൽ കൗസർ ലോകത്തുടനീളം പരന്നടക്കുന്ന നബി തങ്ങളുടെ പുത്രപൗത്ര പരമ്പരകളിൽപ്പെട്ട അഹ്ലു ബൈത്ത് സാദാത്യങ്ങളെ കൊണ്ടാണ് ഈ ലോകത്ത് അല്ലാഹു അനുഗ്രഹം നിലനിർത്തുന്നതെന്ന് പറയാനാണ് ഞാൻ ഈ സംഭവം നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു അഹ്ലു ബൈത്തിനെ അവരുടെ ബഹുമാനം മനസ്സിലാക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഹ്ലു ബൈത്തിലൂടെ കാണണമെന്ന് അവരിൽ ഞാനുണ്ടെന്ന് നബി തങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തിയതാണ്. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ആ നിലയ്ക്ക് ഇതാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ ആശയം. ഇതിനെതിരായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ചില കക്ഷികൾ അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് ഇവിടെ പല വ്യാജ കാര്യങ്ങളും ഇത് ഞാൻ എല്ലായിടത്തും പറഞ്ഞ കൂട്ടത്തിൽ പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞിട്ട് പല വ്യാജന്മാരും രംഗത്ത് വരും. അവരെ കരുതിയിരിക്കണമെന്നും കൂടി ഓർമ്മപ്പെടുത്തിയും കൊണ്ട് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഒന്നാമതായിട്ട് ഖലീഫയാക്കിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവരെ വല്ലവനും മോശമാക്കി കഴിഞ്ഞാൽ, അവരെ മോശമാക്കിയാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണാം, ഒരു സുന്നികളല്ല, ഒരു സുന്നത്തെ ജമാഅത്തിന്റെ ആളുകളല്ല. മുആവിയ റളിയല്ലാഹു അൻഹു അവരെ മോശമാക്കിയാൽ അവർ സുന്നത്തെ ജമാഅത്തിന്റെ ആളല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സ്വഹാബത്തുണ്ട്. അവർ സുഹബത്തിലൂടെ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് നിസ്ബയുണ്ട്. അഹ്ലു ബൈത്ത് നസബയാണ്, അവർക്ക് ഇൽമുണ്ട്, അപ്പൊ നസബയും നിസ്ബയും ഉണ്ട്. എന്നാലോ ഉലമായിനിക്ക് നിസ്ബയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാരിസ്യങ്ങൾ തന്നെയാണ് ഉലമാക്കളെന്ന്. അത് നിസ്ബയാണ്, മറ്റു നസ്ബയും. ആലിമീങ്ങളായ അഹ്ലു ബൈത്ത് ഒക്കെ ആലിമീങ്ങളാണ്, നേരത്തെ പറഞ്ഞല്ലോ ആലിമീങ്ങളാണ്. അത് വലിയൊരു ഭാഗ്യം. നമ്മൾ ഇവിടെ ഉറൂസ് നടത്തുന്ന തങ്ങളവർക്ക് അങ്ങനെ വലിയൊരു ഭാഗ്യം അല്ലാഹു തആല നൽകി. പരമ്പരകളൊക്കെ ആലിമീങ്ങളാണ്, വലിയ ആലിമീങ്ങൾ, ദർസ് നടത്തുന്നവർ, ഖുതുബ നടത്തുന്നവർ, ഇങ്ങനെ വലിയ ആലിമീങ്ങൾ. അല്ലാഹു അവരുടെ ദർജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അവരുടെ ബർക്കത്ത് അല്ലാഹു നമ്മുടെ ജീവിതത്തിലൂടെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈമാൻ അല്ലാഹു കാവൽ നൽകട്ടെ. അവരോടൊന്നിച്ച് നാളെ ഇതുപോലെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള കാരണമായി നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.